Meet the editors. കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടുളിയെ CPM പുറത്താക്കും. സംഘടനാ നടപടികൾ പൂർത്തിയാക്കി അച്ചടക്ക നടപടി സ്വീകരിക്കാൻ സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തിന് നിർദ്ദേശം നൽകി. കോഴിക്കോട് ജില്ലയിലെ പാർട്ടി നേതാക്കളുടെ റിയൽ എസ്റ്റേറ്റ് ബന്ധത്തിലും കർശന ഇടപെടലുണ്ടാകും. ജില്ലാ നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന റിയൽ എസ്റ്റേറ്റ് ഇടപാടുകാരൻ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കയറുന്നതിന് വിലക്കുമേർപ്പെടുത്തിയിട്ടുണ്ട്. ചോദ്യം ഇതാണ്: കോഴയിൽ കൈ കഴുകുന്നു. സുജയ, കൈ കഴുകുന്നു? കൈ കഴുകി കഴിഞ്ഞു എന്ന് വ്യക്തമാണ്. ഇന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെയും അതുപോലെ തന്നെ CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനന്റെയും പ്രതികരണവും അവരുടെ ശരീരഭാഷയും ഒക്കെ ഇന്നത്തെ ഒരു രാവിലെ 11 മണിയോടുകൂടി അവരുടെ പ്രതികരണം നമ്മുടെ മുന്നിലേക്ക് വന്നിരുന്നു. രണ്ടുപേരുടെയും പ്രതികരണങ്ങളിൽ നിന്ന് ഇത് അവസാനിച്ചിരിക്കുന്നു. അതായത് ഈ കോഴ എന്ന് പറയുന്ന സാധനമേ ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പണ ഇടപാടേ നടന്നിട്ടില്ല, അങ്ങനെ ഒരു പരാതിയെ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് സകലതും തേച്ചുമാച്ച് ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന ഒരു ഫുൾ കോൺഫിഡൻസിലായിരുന്നു ആ പ്രതികരണം എന്നത് വ്യക്തമാണ്. ഇവിടെ ഈ PSC കോഴ വിവാദം, ഇതിൽ ഒന്നുകിൽ പണം കൊടുത്തയാൾ 22 ലക്ഷം കൈമാറി എന്ന് പറയപ്പെടുന്ന ആൾ, കാരണം ആ പരാതി നമ്മുടെ മുന്നിലില്ല, അതുകൊണ്ട് തന്നെ അതൊരു ആരോപണം മാത്രമാണ്. അങ്ങനെ ആ പണം കൊടുത്തു എന്ന് പറയുന്ന ആൾ ഒന്നുകിൽ മാധ്യമങ്ങൾക്ക് മുന്നിലോ അല്ലെങ്കിൽ പോലീസിന് മുന്നിലോ ഇക്കാര്യം സമ്മതിക്കണം. ഈ കോഴ കൊടുക്കുന്നതും വാങ്ങുന്നതും ഒരേപോലെ കുറ്റകരമാണല്ലോ. അതുപോലെ തന്നെ പാർട്ടി അനുഭാവിയാണ്. ഏത് കാര്യത്തിന് വേണ്ടിയാണോ ആ പണം കൊടുത്തുവെന്ന് ആരോപിക്കപ്പെടുന്നത് ആ കാര്യം നടന്നുമില്ല. അപ്പോൾ ആ പണം തിരികെ കിട്ടുക എന്നത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. ആ പണം ഇതിനകം തന്നെ തിരികെ കൊടുത്തിട്ടുണ്ടാകും. ഞാൻ അങ്ങനെയാണ് കരുതുന്നത്. ആ പണം ഇതിനകം തന്നെ തിരികെ കൊടുത്ത് ഇത് സെറ്റിൽ ചെയ്തിട്ടുണ്ടാകും. അത് പ്രമോദ് കോട്ടുളിയോട് CPIM തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ടാകും. നിങ്ങൾ ഈ പണം ഉടൻ തന്നെ തിരികെ കൊടുക്കുക. റിയൽ എസ്റ്റേറ്റ് സുഹൃത്തുക്കളൊക്കെ ധാരാളമുള്ള പ്രമോദ് കോട്ടുളിക്ക് 22 ലക്ഷം എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ കാര്യം മാത്രമാണ്. അത് കൊടുത്ത് അപ്പോൾ തന്നെ സെറ്റിൽ ചെയ്തിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല, പ്രമോദ് കോട്ടുളി അയാൾക്ക് വേണ്ടി മാത്രം വാങ്ങിയ പണമായിരിക്കാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആരോപണവുമായി മാത്രമല്ലല്ലോ വന്നത്. മറ്റ് പ്രമുഖരുടെ പേരുകൾ, മന്ത്രിയുടേതടക്കമുള്ള പേരുകളും ഈ ആരോപണത്തിനൊപ്പം ഉയർന്നു വന്നതാണ്. അത് വസ്തുതയാണെന്ന് തെളിയിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ മുന്നിലില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ ആരോപണം എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഇതിൽ കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി യോഗം, അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം, അതിലൊക്കെ ചർച്ചയായത് മറ്റു പല വിഷയങ്ങളാണ്. റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളാണ്, നേതാക്കൾക്കുള്ള റിയൽ എസ്റ്റേറ്റുകാരുമായുള്ള ബന്ധമാണ്. അങ്ങനെയുള്ള ആളുകളെ അവിടെ കയറ്റുന്നതിൽ നിന്ന് ഇനി അവരെ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തുക, അങ്ങനെയുള്ള മറ്റു വിഷയങ്ങളിലാണ് ചർച്ച നടന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയം ചർച്ചയെ ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ നേതാക്കൾ എല്ലാവരും ഒരേപോലെ ശ്രമിക്കുന്ന ഒരു ജാഗ്രത നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ന്യായമായും പാർട്ടിയെ കരിവാരിത്തേക്കാൻ മാധ്യമങ്ങൾക്ക് ഒപ്പം ചേർന്നുകൊണ്ടുള്ള ചിലരുടെ നീക്കം എന്ന് പറഞ്ഞുകൊണ്ട് ജില്ലയിൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയപ്പെടുന്ന കോക്കസ് പോലും ഇല്ല എന്ന മട്ടിലാണ്. അതായത് VSന് ശേഷം ഒരു വിഭാഗീയത ഇല്ല, വിഭാഗീയത ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ അവിടെ വിഭാഗീയതയും 2 കോക്കസായി നിന്നുകൊണ്ടുള്ള ആക്ടിവിറ്റീസും ഉണ്ട് എന്നുള്ളത് ഈ ആരോപണം വന്നപ്പോൾ തന്നെ പുറത്തു വന്ന കാര്യമാണ്. പക്ഷേ അങ്ങനെയൊന്നില്ല എന്ന് സ്ഥാപിക്കേണ്ടത് പാർട്ടിയുടെ ആവശ്യമാണ്. അതവർ സ്ഥാപിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ തുക തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒതുക്കാൻ കഴിയുന്ന വ്യക്തിയാണ് ഈ പണം കൊടുത്തത് എന്നതുകൊണ്ട് തന്നെ അനുഭാവിയായ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആ പണം തിരികെ കൊടുത്തത് സെറ്റിൽ ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതിൽ കൈ കഴുകുക എന്നുള്ളതല്ല, അത് തേച്ചുമാച്ച് ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി അതേക്കുറിച്ച് ചർച്ച ചെയ്തിട്ടും കാര്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇനിയിപ്പോൾ ആകെയുള്ള പ്രതീക്ഷ യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി കൊടുത്ത പരാതിയാണ്. അതൊരു പോലീസിൽ കൊടുത്തിരിക്കുന്ന കംപ്ലയിന്റ് ആണ്. സ്വാഭാവികമായും അതിൽ അന്വേഷിക്കേണ്ടി വരും. തെളിവുണ്ട് എന്നാണ് യൂത്ത് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. നമ്മുടെ ചർച്ചയിലടക്കം വന്നിരുന്ന തെളിവുണ്ടെന്നാണ് പറയുന്നത്. ആ തെളിവുണ്ടെങ്കിൽ അവർ ആ തെളിവ് കൊടുക്കട്ടെ. നമ്മുടെ മുന്നിൽ ഇപ്പോൾ തെളിവോ രേഖയോ പണം കൊടുത്തയാളോ ഇല്ല. ഓക്കെ, ഞാൻ 1.5 മിനിറ്റ് കൊണ്ട് എന്താ സംഭവം നടന്നത് എന്നുള്ളത് ചുരുക്കി ഞാനൊന്ന് പറയാം. മെയ് മാസത്തിലാണ് ഈ പരാതി വരുന്നത്. ആ പരാതി വരുന്നത് ഒരു ലോക്കൽ കമ്മിറ്റി അംഗമായൊരു വനിത ഈ പണം കൊടുത്തു എന്ന് പറയുന്ന ഹോമിയോ ഡോക്ടറുടെ സുഹൃത്ത് ജില്ലാ കമ്മിറ്റിയിൽ പരാതി കൊടുക്കുന്നു. ആ ജില്ലാ കമ്മിറ്റിയിൽ ഏരിയ കമ്മിറ്റി അംഗമായ പ്രമോദ് കോട്ടുളിക്കെതിരെയാണ് പരാതി കൊടുക്കുന്നത്. പക്ഷേ തിരഞ്ഞെടുപ്പിൻ്റെ സമയമാകുന്നതുകൊണ്ട് ആ ഘട്ടത്തിൽ ആ പരാതി ജാഗ്രതയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യുന്നതിൽ ജില്ലാ കമ്മിറ്റിക്ക് വീഴ്ച പറ്റുന്നു. ആ പരാതി ജില്ലാ കമ്മിറ്റി സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അതിനെ തുടർന്ന് ഈ ഹോമിയോ ഡോക്ടറുടെ ഭർത്താവ് എന്ന് പറയുന്ന ഒരു വ്യവസായി, ഒരു ബിസിനസ്സുകാരൻ ഇത് സംസ്ഥാന കമ്മിറ്റിക്ക് അറിയിക്കുന്നു. സംസ്ഥാന കമ്മിറ്റിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കമ്മിറ്റിയോട് അന്വേഷിക്കാൻ ആവശ്യപ്പെടുന്നു. 4 അംഗ കമ്മീഷനെ വെച്ചുകൊണ്ട് അന്വേഷണം നടത്തുന്നു. ആ നേതാക്കളുടെ പേരൊക്കെ നമുക്കറിയാം, പക്ഷേ അവരാരും ഇത് തുറന്ന് സമ്മതിക്കില്ല. അതുകൊണ്ടാണ് ആ അന്വേഷണ കമ്മീഷൻ ഇത് അന്വേഷിച്ചു. ഇതിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ശബ്ദരേഖ ഈ അന്വേഷണ സംഘത്തിന് കിട്ടുന്നു. ആ ശബ്ദരേഖയിൽ ഈ ഡോക്ടറിൻ്റെ ഭർത്താവും ഒപ്പം ഈ പ്രമോദ് കോട്ടുളിയും തമ്മിൽ നടത്തിയ സംഭാഷണത്തിൽ ഒരു മന്ത്രിയുടെ പേരും ഒരു MLAയുടെ പേരുമുണ്ട്. ഇത് പുറത്തു വന്നാൽ അതുണ്ടാക്കിയേക്കാവുന്ന രാഷ്ട്രീയമായിട്ടുള്ള സ്ഫോടനാത്മകമായ സിറ്റുവേഷൻ അത് മനസ്സിലാക്കി ജില്ലാ കമ്മിറ്റി നടപടിയെടുക്കാൻ നിർബന്ധിതരാവുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഏരിയ കമ്മിറ്റിയിൽ 18-ൽ 14 പേരും പ്രമോദ് കോട്ടുളിക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതാണ് സംഭവം. ഇനി ഇതിന് പിന്നിൽ ഒരുപാട് പശ്ചാത്തലങ്ങളുണ്ട്. അതിൻ്റെ പേരിലുള്ള കോക്കസ് ഗ്രൂപ്പുകൾ പല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ ഇനി തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. പക്ഷേ റിയൽ എസ്റ്റേറ്റ്
എസ്റ്റേറ്റ് എന്നുള്ളത് ഒരു മാഫിയ പോലെ കോഴിക്കോട് ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലും CPM-ലടക്കം വലിയ രീതിയിൽ ആഴത്തിൽ സ്വാധീനമുള്ള ശക്തിയായി കഴിഞ്ഞിരിക്കുന്നു. നമ്മളൊരു കാലത്ത് പറയുമായിരുന്നു കേരളത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം ചില മന്ത്രിമാരുടെ നിയന്ത്രണത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് മാഫിയാണ് നിയന്ത്രിക്കുന്നത്. അവർ നിശ്ചയിക്കുന്നിടത്തേക്ക് ഹൈവേ വരുന്നു, അവർ നിശ്ചയിക്കുന്ന സ്ഥലത്ത് ടെക്നോ പാർക്കുകളും ഇൻഫോ പാർക്കുകളും വരുന്നു. അതുകൊണ്ട് തന്നെ ആ ബെൽറ്റുകളെല്ലാം ഇവരുടെ സ്വാധീന വലയത്തിലാണെന്ന് പറയുമായിരുന്നു. അന്ന് UDF കുറിച്ച് പറഞ്ഞ ആക്ഷേപമാണ്. ഇന്നത് കോഴിക്കോടെങ്കിലും ചുരുങ്ങിയത് LDF കുറിച്ച് അതിൽ CPM കുറിച്ച് ആക്ഷേപമായിട്ട് ഉയർത്തപ്പെടുന്നുണ്ട്. കാരണം മുതിർന്ന നേതാക്കൾക്കുള്ള റിയൽ എസ്റ്റേറ്റ് മാഫിയുമായുള്ള ബന്ധമാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കോഴിക്കോട് ഒരു പരസ്യ കമ്പനിയെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ പറയുന്ന വിവാദം നേരത്തെ തന്നെ പാർട്ടിയിലുണ്ട് എന്നുള്ളതാണ്. ആ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ചില കരാറുകളും ചില ഡിസ്പ്ലേ ബോർഡുകളും ഇതിൻ്റെ ഭാഗമായി തന്നെ ചർച്ചയാവുകയും പലതവണ ആ വിഷയം ഉയർന്നു വരികയും ചെയ്തു. പക്ഷേ ഇതൊന്നും എന്തുകൊണ്ടാണ് പാർട്ടി ഗൗരവമായി എടുക്കാത്തതെന്നാണ് എനിക്ക് മനസ്സിലാക്കാത്തത്. ഇനി എൻ്റെ ടേക്ക് ഇതിൽ പറഞ്ഞാൽ തീർച്ചയായിട്ടും പാർട്ടി ഇതിൽ കൈകഴുകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതിൽ എൻ്റെ ഒരു പരാതി എന്ന് പറയുന്നത്, എൻ്റെ ഒരു വിമർശനം എന്ന് പറയുന്നത് പാർട്ടിയുടെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനാ രീതി അത് ഉൾപാർട്ടി ജനാധിപത്യം പുറത്തിട്ടലക്കാനുള്ളതല്ല, സമ്മതിക്കുന്നു. പക്ഷേ ഇത്തരമൊരു വിഷയം വരുമ്പോൾ അത് പാർട്ടി തുടർച്ചയായി കൈകാര്യം ചെയ്യുന്നത് പാർട്ടിയിലെ ഒരു പ്രതിച്ഛായ നിലനിർത്താൻ വേണ്ടിയാണെങ്കിൽ അത് ചിലർക്കെങ്കിലും തണലായും കുടയായും മാറുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളെ നിയമനീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമാക്കി മാറ്റുക എന്നതാണ് ആവശ്യം. പക്ഷേ അത് പാർട്ടിയുടെ ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടന രീതി അനുവദിക്കുന്നില്ല. പാർട്ടിക്ക് ഒരു പരാതി വന്നാൽ പാർട്ടിയാണത് കൈകാര്യം ചെയ്യുക, പാർട്ടിയാണത് തീരുമാനിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പാർട്ടി കോടതി എന്നൊരു വിശേഷണം ഈ പാർട്ടിക്ക് കൊടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ തണലിൽ ഈ അവതാരങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നു എന്നതാണ് നമ്മൾ കാണാറുള്ളത്. അത് പ്രത്യേകിച്ച് ഗുരുതരമായ സ്ത്രീപീഡന വിഷയമാണെങ്കിലും ശരി, കോഴ വിഷയമാണെങ്കിലും ശരി, അത് പാർട്ടിയുടെ സംഘടനയ്ക്കുള്ളിൽ നിന്ന് കൈകാര്യം ചെയ്യുമ്പോൾ സംഭവിക്കുന്നൊരു അപജയം അതൊരു വളമായി മാറുന്നു എന്നുള്ളതാണ്. അതൊരു തുടർച്ചയായി മാറുന്നു, അതൊരു കീഴ്വഴക്കമായി മാറുന്നു, അതിൽ ചില അവതാരങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. ഒറ്റ വാചകത്തിൽ ഞാൻ അവസാനിപ്പിക്കാം. കോഴിക്കോടിൻ്റെ കാര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയുന്നു, നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനം, നിങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം, നിങ്ങൾ നിരന്തരം ഇടപഴകുന്ന മനുഷ്യർ, ഇതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു മാർക്സിസ്റ്റുകാരനെയും ഒരു ഗാന്ധിയനെയും പുറത്താക്കാൻ പര്യാപ്തമാണ്. പ്രമോദ് കോട്ടലിയെ പുറത്താക്കോ ഇല്ലോ എന്ന് നിൽക്കട്ടെ, പക്ഷേ ഇവരുമായിട്ടൊക്കെ ബന്ധം സൂക്ഷിക്കുന്ന, ഇവരുടെ വാഹനത്തിൽ സഞ്ചരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെ ശ്രദ്ധയിലേക്ക് നിങ്ങളിൽ നിന്ന് മാർക്സിസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് എന്നുള്ളത് ഇറങ്ങിപ്പോകാൻ അധിക സമയമൊന്നും വേണ്ട എന്നത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഉണ്ണിബാലകൃഷ്ണൻ. അതിൻ്റെ തുടർച്ചയായിട്ട് പറയാം. ഇപ്പോൾ ഈ സാധാരണഗതിയിൽ CPM-ൻ്റെ നേതാക്കൾ പറയുന്നൊരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് സൈദ്ധാന്തികരായിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്ററെയൊക്കെ പോലുള്ള നേതാക്കൾ പറയുന്നൊരു കാര്യം, നമ്മൾ ബൂർഷ്വാ സമൂഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ്. സ്വാഭാവികമായും ആ സമൂഹത്തിൻ്റെ ചില സ്വാധീനങ്ങളിൽ നമ്മൾ ചെന്നുപെടാം, അതിനോടൊരു ജാഗ്രതയുള്ളവരായിരിക്കണമെന്ന് പാർട്ടി പ്രവർത്തകർക്ക് നിർദ്ദേശം കൊടുക്കുന്നൊരു നേതൃത്വമാണുള്ളത്. നോക്കൂ, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ഒട്ടും തന്നെ സുഖകരമല്ല CPM-നെ സംബന്ധിച്ച്. അത് ഇപ്പോൾ മനു തോമസിൻ്റെ വെളിപ്പെടുത്തലായാലും കുറച്ച് നാളുകൾക്ക് മുമ്പ് തൃശ്ശൂരിലെ കരുവന്നൂരിൽ നിന്ന് വന്നിട്ടുള്ള ആക്ഷേപങ്ങളായാലും ഇപ്പോൾ PSC വിവാദമായാലും ഒക്കെ വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. എന്താണിപ്പോൾ നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ഈ പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കും എന്നാണ്. അങ്ങനെ പുറത്താക്കിയാൽ എന്തിന് പുറത്താക്കി? അതൊരു വിഷയമാണല്ലോ അവിടെ. എന്തിന് പുറത്താക്കി എന്നുള്ളത് പറയണമല്ലോ. ഈ കേസ് വരുന്നുണ്ടാവില്ല, പൈസ കൊടുത്ത ആളുകൾ ചിലപ്പോൾ മൊഴി നൽകുന്നുണ്ടാവില്ല, ഔപചാരികമായി ഒരു പരാതി നൽകുന്നുണ്ടാവില്ല, ഈ കേസൊക്കെ ഒതുക്കി തീർക്കപ്പെട്ടു പോകും. പക്ഷേ നിങ്ങളൊരാളെ പുറത്താക്കുമ്പോൾ നിങ്ങൾക്ക് പൊതുസമൂഹത്തോടൊരു കാര്യം വിശദീകരിക്കേണ്ടി വരും. ഇയാൾ എന്തോ ഒരു കുഴപ്പം ചെയ്തിട്ടാണല്ലോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ പാർട്ടിക്ക് ഇത് ഡാമേജ് ചെയ്തു എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. മാത്രവുമല്ല, ഒരു PSC വിവാദം മാത്രമായിട്ട് ഇത് അവസാനിച്ചിട്ടുമില്ല. ഇവിടെ എന്താണ് മറ്റു വിവാദങ്ങളാണ് പറയുന്നത്. വലിയ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്, റിയൽ എസ്റ്റേറ്റ് വ്യവസായികൾ പാർട്ടി ഓഫീസിൽ വരുതെന്ന് പറയേണ്ട അവസ്ഥ, ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കയറി ഇറങ്ങരുത് എന്ന് പറയേണ്ടുന്ന അവസ്ഥ, പാർട്ടിക്കകത്തെ രണ്ട് ചേരിയായി നിന്നിട്ടുള്ള വിഭാഗീയത, പിന്നെ തദ്ദേശ വകുപ്പുകളെ ഉപയോഗിച്ചുകൊണ്ട്, തദ്ദേശ സ്ഥാപനങ്ങളെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇടപാടുകൾ, ഈ രീതിയിൽ വലിയ ഒരു കോക്കസ് അവിടെ പ്രവർത്തിക്കുന്നു. അങ്ങനെ ഒരു കോക്കസിൻ്റെ പിടിയിലേക്ക് ഒരു ജില്ലാ നേതൃത്വം പോകുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആ കോക്കസ് ആ ജില്ലാ നേതൃത്വത്തിൽ പിടിമുറുക്കുന്നു എന്നൊക്കെ പറയുന്നത് CPM-നെ പോലൊരു പാർട്ടിക്ക് ഒട്ടും തന്നെ ആശാസ്യമല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, മനു തോമസിൻ്റെ വെളിപ്പെടുത്തലായാലും ഈ PSC കോഴയായാലും അതേപോലെ തന്നെ കരുവന്നൂർ അടക്കമുള്ള പ്രശ്നങ്ങളൊക്കെ ആയാലും അതെല്ലാം തന്നെ പൊതുസമൂഹത്തിൽ വളരെ ഡാമേജിങ് ആണ്. അത് പാർട്ടി കോടതിക്കകത്ത് മാത്രം പരിഹരിക്കാവുന്ന പ്രശ്നമല്ല. നിങ്ങൾക്ക് പാർട്ടി കോടതിക്കകത്തിരുന്ന് ഇതെല്ലാം പരിഹരിക്കാൻ കഴിയും, പക്ഷേ പൊതുസമൂഹം അതുമായി ബന്ധപ്പെട്ടൊരു നിലപാടെടുത്തുകൊണ്ടിരിക്കും എന്നുള്ളത് കാണാതെ പോകരുത്. അത്രയുമാണ് എനിക്ക് പറയാം. ഓക്കെ, ഒറ്റ കാര്യം, ഈ പരാതിയുടെ കാര്യം പറഞ്ഞല്ലോ, ഈ പരാതി കൊടുത്തു എന്ന് ഈ ഡോക്ടർക്കോ ഡോക്ടറുടെ ഭർത്താവിനോ പോലീസിനോട് പരാതിപ്പെടാൻ പറ്റില്ല. പണം കൊടുത്തു എന്നുള്ളത് കോഴയാ, ഒന്ന് കോഴ, അതെ, 2 കറൻസി ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾ ED-യുടെ റഡാറിൽ വരും. പ്രൊസീഡ്സ് ഓഫ് ക്രൈമാ. പ്രൊസീഡ്സ് ഓഫ് അപ്പോൾ ED കറൻസിയാ കൊടുത്തത് കേൾക്കുന്നു.
തിരിച്ചും കറൻസിയാ അപ്പോൾ കറൻസി നിങ്ങളുടെ കയ്യിൽ കിട്ടി എന്ന് നിങ്ങൾ സമ്മതിച്ചാൽ, അല്ലെങ്കിൽ കറൻസി കൊടുത്തു എന്ന് സമ്മതിച്ചാൽ ഇമ്മീഡിയറ്റ്ലി ഇ ഡി നിങ്ങളുടെ വീട്ടിൽ വരും. അപ്പോൾ അതുകൊണ്ട് ഇത് പോലീസ് കേസ് ആവാൻ പോകുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആർക്കും അതിനകത്ത് പരാതിയില്ല, എല്ലാവരും പരസ്പരം കോംപ്ലിമെന്റ്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബന്ധത്തിന് പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കിയെന്ന ഒരു വാർത്ത നാളെ ചിലപ്പോൾ വായിക്കാം. ആ ആഡംബര ജീവിതം, അതൊക്കെ വിശദീകരിക്കും. പാർട്ടി പ്രവർത്തകർക്ക് അഭികാമ്യമല്ലാത്ത ജീവിതം, അനഭിലഷണീയമായ പ്രവണതകളുടെയും പ്രലോഭനങ്ങളുടെയും പിടിയിൽപ്പെട്ടതിനാലും പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കിയതായി ഏരിയ കമ്മിറ്റി അറിയിക്കുന്നു. ഇതായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന വരാൻ പോകും. ഇതിനിടയ്ക്ക് സുജയ വളരെ ഇതായിട്ട് പറഞ്ഞു പോയൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അതായത് പ്രമോദ് കോട്ടുളി എന്ന് പറയുന്ന ഒരാൾ വിചാരിച്ചാൽ PSC അംഗത്വമൊന്നും കൊടുക്കാൻ കഴിയില്ലല്ലോ. ആ കപ്പാസിറ്റി ഉള്ള ഒരാളൊന്നും അല്ലല്ലോ ഈ ഏരിയ കമ്മിറ്റി ഇരിക്കുന്ന പ്രമോദ് കോട്ടുളി. അവിടെയാണ് ഈ പൊതുജനത്തിനൊരു സംശയം വരുന്നത്, ഇയാൾ ആരുടെ ഏജന്റ് ആണ് എന്നുള്ളത്. എനിക്കൊന്ന് ആ സംശയങ്ങൾ നമ്മൾ തീർത്തിട്ട് പോകണം. അപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം അനുസരിച്ച് PSC അംഗത്വമായിരുന്നില്ല, ആയുഷ് തസ്തികയിലുള്ള നിയമനവും ട്രാൻസ്ഫറുമായിരുന്നു പ്രധാന. PSC ആദ്യം ട്രൈ ചെയ്തു, അതിനുശേഷമാണ് അത് നടക്കാതെ വന്നപ്പോൾ വെറും ഒരു ഹോമിയോ ഡോക്ടർ മാത്രമാണ്. ഇവർ എന്തായാലും അതിനകത്ത് അപ്പോയിന്റ് ചെയ്യാൻ സാധ്യതയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ല, ആദ്യം വന്ന വാർത്ത ഇങ്ങനെയാണ്. അതായത് PSC അംഗത്വം ഓഫർ ചെയ്യുന്നു, അത് കിട്ടാതെ വന്നപ്പം പൈസ വാങ്ങിച്ചല്ലോ, എന്നാൽ പിന്നെ ആയുഷ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു ജോലി കൊടുക്കാം എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞത്. അല്ല, 2 വാദമുങ്ങളുണ്ട്. എന്തായാലും അതൊരു ഡാമേജിങ് ആണ്. ഇറ്റ്സ് ഡാമേജിങ്. അപ്പോൾ കോഴയിൽ കൈ കഴുകിയോ എന്ന ചോദ്യത്തിന് യെസ് എന്ന് തന്നെയാണ് 3 പേരുടെയും അഭിപ്രായം. Meet the editors.